മാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിലും നയനടുത്തും ദേവയാനിയടുത്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് മാല മോഷ്ടിച്ച കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ദേവയാനി പറയുന്നുണ്ട്, എന്തായാലും ഇവർക്ക് ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല, ഇവർക്കിട്ട് നല്ലൊരു പണി കൊടുത്തേ പറ്റത്തുള്ളൂ. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം നാളെ അച്ഛൻ്റെ അടുത്ത് പറയണം, അച്ഛനെ കൊണ്ടൊരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ ഇങ്ങനെ ദേവയാനിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മൾ അഭിയാണെങ്കിലും ജലജയാണെങ്കിലും ഭയങ്കര സ്വപ്നങ്ങളൊക്കെ കണ്ടിരിക്കും കേട്ടോ. ഈ മാല കൊടുക്കണം, കൊടുത്തിട്ടാണെങ്കിൽ കോടികൾ കയ്യിൽ പൈസകളൊക്കെ വരുമല്ലോ എന്നൊക്കെ ഉള്ള സന്തോഷത്തിലൊക്കെ അമ്മയും മോനും ഒക്കെ ആണെങ്കിൽ കിടന്നുറങ്ങാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ അഭിയാണെങ്കിൽ ഈ കാര്യം നവ്യയെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, എന്തായാലും അഭി അതങ്ങനെ വേണ്ടായിരുന്നത്, പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഞാൻ നിങ്ങളോട് എല്ലാ കാര്യത്തിനും കൂട്ട് നിൽക്കുന്നുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും ഞാൻ കൂട്ട് നിൽക്കത്തില്ല എന്നൊക്കെയുള്ള കാര്യം നമ്മൾ നവ്യാണെങ്കിൽ വെട്ടിത്തുറന്നാണെങ്കിലും നമ്മൾ അഭിയെടുത്ത് പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മൾ അഭിയാണെങ്കിലും നവ്യയെടുത്ത് പറയുന്നുണ്ട്, നീ ആണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കും, നീ ഇതൊന്നും അറിഞ്ഞ കണക്കൊന്നും നീ ഭാവിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിനക്കാണെങ്കിൽ ഒരു കുഴപ്പവും കാര്യങ്ങളും വരത്തില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ നവ്യ പറയുന്നുണ്ട്, എന്തായാലും അഭി നീ പണ്ട് കാണിച്ച നിൻ്റെ സ്വഭാവങ്ങളും കാര്യത്തിനൊക്കെ ആണെങ്കിലും ഞാൻ എതിർപ്പ് നിന്നിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പം ആദർശമായിട്ട് ഇങ്ങനെ കാണിച്ചത് കൊണ്ടാണ് ഞാനിപ്പം അവരെ എതിർത്തിട്ട് നിങ്ങളെ കൂടെയൊക്കെ നിൽക്കുന്നതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ അഭി പറയുന്നുണ്ട്, നീ മിണ്ടാതെ ഇരിക്കും, നിനക്ക് കുഴപ്പമൊന്നും വരത്തില്ല, നീ ഇതൊന്നും അറിഞ്ഞത് കണക്ക് നീ കാണിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവർ അങ്ങനെ അഭി പറയുന്നുണ്ട്, അത് വേറൊന്നും കൊണ്ടല്ല, അത് അവർക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഇതൊക്കെ എടുത്തത്, അല്ലാതെ വേറൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ അഭിയാണെങ്കിലും ജലജയാണെങ്കിലും നവ്യയെടുത്ത് പറയുന്നില്ല, ഇത് മാല ഇവർക്ക് വിൽക്കാനുള്ള ഉദ്ദേശവും കാര്യങ്ങളും ഉണ്ടെന്നുള്ള കാര്യമൊന്നും ഇവർ പറയുന്നതും ഇല്ല കേട്ടോ. നമ്മൾ നവ്യയെടുത്താണെങ്കിലും അങ്ങനെ പിന്നെ അതൊക്കെ പോയതിന് ശേഷം പിറ്റേന്ന് ആകുമ്പോഴത്തേക്കും നമ്മൾ അഭിയും നമ്മളെ ജലജയും കൂടെ അവിടെ ഹാളിൽ നിൽക്കുന്ന സമയത്താണ് നമ്മളെ നയനയാണെങ്കിൽ അഭിയെടുത്തോട്ട് വരുന്നുണ്ട് കേട്ടോ ഇവരെടുത്ത്. അപ്പം നമ്മളെ ജലജയാണെങ്കിൽ പറയുന്നുണ്ട്, ഇവൾ എന്താ ഇങ്ങനെയൊക്കെ സൂക്ഷിച്ച് നോക്കിയിട്ട് നമ്മളെ അടുത്തോട്ട് വരുന്നത്, ഇവർക്ക് എന്തെങ്കിലും ക്ലൂ കാണാൻ കിട്ടിക്കാണോ മോനെ, കാര്യം വെച്ചാൽ നമ്മൾ ചെയ്യാൻ നോക്കിയാലും അതെല്ലാം പൊളിച്ച് ഇവൾ അടുക്കുന്നൊരു സ്വഭാവം ഇവക്കുണ്ടെന്നൊക്കെ ഇങ്ങനെ നമ്മൾ ജലജയാണെങ്കിൽ അഭിയുടെ ചെവിയിൽ പറയുന്നുണ്ട് കേട്ടോ. അഭി പറയുന്നുണ്ട്, അതങ്ങനെ അമ്മ, അത് അവരാരും കണ്ടിട്ടില്ലായിരുന്നല്ലോ, നമ്മളവിടെ റൂമിൽ പോകുന്ന സമയത്ത് വേറെ ആരും ഇല്ലായിരുന്നല്ലോ റൂമിലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ജലജ പറയുന്നുണ്ട്, അതേ മോനെ, പക്ഷേ ഇവളെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പണി നമ്മൾ കൊടുക്കാൻ നോക്കിയാലും ഈ മരമായ നയനയാണെങ്കിൽ എല്ലാം ഇവിടെ സത്യങ്ങളെല്ലാം തെളിയിപ്പിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ നയനയാണെങ്കിൽ ദേഷ്യത്തോടെ ഇങ്ങോട്ട് വന്നിട്ടാണെങ്കിൽ നമ്മളെ ജലജയെടുത്ത് പറയുന്നുണ്ട്, നിങ്ങളല്ലേ അത് എടുത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണെങ്കിൽ അമ്മയുടെ ഒരു മാല നഷ്ടപ്പെട്ടിട്ടുണ്ട്, അമ്മയാണെങ്കിൽ അത് പോളിഷ് ചെയ്യാൻ വേണ്ടിയൊക്കെ കൊടുക്കാൻ വേണ്ടി ഇന്ന് ഇരുന്നതായിരുന്നു, പക്ഷേ ഇപ്പോൾ അമ്മയുടെ ആ മാല കാണുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങളല്ലേ എടുത്തതെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ അഭി പറയുന്നുണ്ട്, നിങ്ങളെന്തിനാ എല്ലാത്തിനും ഞങ്ങളെ പിടിക്കുന്നത്, എന്ത് പ്രശ്നങ്ങൾ വന്നാലും നിങ്ങളത് എന്നെ അമ്മയാണല്ലോ പിടിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മൾ അഭിയാണെങ്കിൽ ഒന്നും അറിയാത്ത കണക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ അഭി പറയുന്നുണ്ട്, ഇന്നാളും ഇതേക്ക് പ്രശ്നം വന്ന സമയത്താണെങ്കിലും നിങ്ങൾ അമ്മായിയുടെ സ്വർണ്ണം പോയ സമയത്ത് ഞങ്ങളെടുത്തെന്നല്ലേ പറഞ്ഞത്, പക്ഷേ അത് എടുത്തത് അനാമികയായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ഒന്നും അറിയാത്ത രീതിയിൽ അഭി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അഭി പറയുന്നുണ്ട്, അന്നാണെങ്കിൽ അനാമിക ആണെങ്കിൽ അവൾ വീട്ടുകാർക്കല്ലേ എടുത്തുകൊണ്ട് കൊടുത്തത്, അതിന് പിന്നെ ഞങ്ങളല്ലേ കുറ്റം പറഞ്ഞതെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നയന പറയുന്നുണ്ട്, അതൊക്കെ ശരി തന്നെ, പക്ഷേ അതിനകത്ത് നിങ്ങൾക്കും പങ്കുണ്ടായിരുന്നല്ലോ, നിങ്ങൾക്കും അവളെ ഓരോ കാര്യത്തിനും കള്ളത്തരങ്ങൾക്കൊക്കെ നിങ്ങൾക്കും കൂട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങളും എല്ലാം അവളെ കൂടെ അല്ലായിരുന്നു എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നയന പറയുന്നുണ്ട്, എന്തായാലും ഇപ്പോൾ ആ കാര്യത്തെക്കുറിച്ചൊന്നും ഇവിടെ ചോദിച്ചിട്ടില്ല, ഇവിടെ ഇപ്പോൾ അനാമികയില്ല, ഇപ്പോൾ ഇവിടെ അല്ലേ നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളാണല്ലോ എന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ നയന പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ തന്നെ അത് എടുത്തത് എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ ജലജയാണെങ്കിൽ ദേഷ്യത്തോടാണെങ്കിൽ നയനടുത്ത് പറയുന്നുണ്ട്, ഞങ്ങളെ എടുത്തതെന്നുള്ള എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ തെളിവുണ്ടെന്നും പറഞ്ഞൊരു വോയിസ് ഇവർ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇവർ ആ സൗണ്ട് എവിടെ നിന്നാണ് വരുന്നത് പറഞ്ഞ് മുകളിലോട്ട് നോക്കുമ്പോൾ നമ്മൾ ആദർശിൻ്റെ സൗണ്ട് കേട്ടോ. അപ്പോൾ ആദർശിനെ കാണുമ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ ജലജയാണെങ്കിലും അഭിയാണെങ്കിലും ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ആദർശാണെങ്കിലും ആ സെൻട്രി കണക്കൊക്കെ താഴോട്ടൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ ജലജ പകുതി ഇങ്ങനെ വിഴുങ്ങിയിട്ട് അഭിയെടുത്ത് ചോദിക്കുന്നുണ്ട്, എടാ നീയല്ലേ പറഞ്ഞ ഇവനാണെങ്കിൽ അവിടെ ജയിലിലാണ്, ഇവൻ എപ്പോഴൊന്നും ഇറങ്ങത്തില്ല എന്നൊക്കെ നീയല്ലേ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അഭി പറയുന്നുണ്ട്, അമ്മ എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ അഭിയും പറയുന്നുണ്ട്. ജലജ ചോദിക്കുന്നുണ്ട്, പിന്നെ നിനക്കൊന്നും മനസ്സിലാവാതെ നീയല്ലേടാ പറഞ്ഞ അവൻ അവിടെ ജയിലിൽ പിടിച്ചെന്നൊക്കെയുള്ള കാര്യം പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് ആദർശമല്ലാതെ അവൻ്റെ പ്രേതമാണോ എന്നൊക്കെ ഇങ്ങനെ ജലജ ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നീ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു കാര്യങ്ങളും നല്ലതുപോലെ നടക്കത്തില്ല, അതെല്ലാം ഇങ്ങനെ അവസാനം കൊണ്ടിട്ട് കുളവാക്കത്തേ ഉള്ളതെന്നൊക്കെ ജലജ പറയുന്നുണ്ട് കേട്ടോ. അടുത്തേക്ക് നമ്മൾ ആദർശമാണെങ്കിൽ പറയുന്നുണ്ട്, നീ എന്നെ ജയിലിലാക്കാൻ വേണ്ടിയൊക്കെ നീ ഒരുപാടൊക്കെ കഷ്ടപ്പെട്ടതല്ലേ, അപ്പോൾ അതിനൊക്കെ നീ ഓടി തളർന്നൊക്കെ കാണുമല്ലോ, എന്തായാലും ഞാൻ അവിടെ ജയിലിലായത് എന്തായാലും അതിന് പിന്നിൽ നീയാണെന്നുള്ള കാര്യം എനിക്ക് നല്ലതുപോലെ എനിക്ക് മനസ്സിലായെന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതൊക്കെ കേൾക്കുന്ന സമയത്താണ് നമ്മൾ അഭിക്കെല്ലാം ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. എന്നിട്ടും ആദർശ് പറയുന്നുണ്ട്, നീയും നിൻ്റെ അമ്മയും കൂടെ ചേർന്നാണ് നീ ആ മാല ഇന്നലെ മോഷ്ടിച്ചത്, അത് എല്ലാ തെളിവുകളും കാര്യങ്ങളും
എല്ലാം എൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആദർശാണെങ്കിൽ ആ വീഡിയോ കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അവർക്ക്. അപ്പോഴത്തേക്ക് പിന്നെ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ പിന്നെ വന്ന കാര്യം അത് മനഃപൂർവ്വം തന്നെ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ ഓരോ ഇനിയുള്ള ശ്രമങ്ങൾ എന്താണെന്നൊക്കെ എനിക്ക് അറിയണമായിരുന്നു. അതുകൊണ്ട് മനഃപൂർവ്വം ഞാൻ വന്ന കാര്യം നിങ്ങളടുത്തൊക്കെ പറയാതിരുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുമല്ല, പിന്നെ നിങ്ങളിവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഞങ്ങളെക്കുറിച്ച് കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കുന്നതൊക്കെ കണ്ട് ഞാനും ഒക്കെ ഒന്ന് ആസ്വദിച്ചൊക്കെ ഞങ്ങളും ഇരുന്നതായിരുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ഞങ്ങളൊന്ന് കണ്ട് ആസ്വദിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചാൽ ഞങ്ങളും ഒക്കെ ഇരുന്നെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഇവിടെ ഞാനില്ലാത്ത സമയത്താണെങ്കിലും എന്നെ ഒരുപാട് വേദനിപ്പിക്കുകയും വെക്കുകയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈശ്വരൻ ഞങ്ങളെ കൂടെ ഉള്ളത് കൊണ്ട് അവൾക്കും എൻ്റെ കുഞ്ഞിനും ഒക്കെ ആണെങ്കിലും ഒന്നും സംഭവിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങളെ കൂടെ ഈശ്വരൻ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഓരോ ആപത്തുകളും സംഭവിക്കാത്തത്. പക്ഷേ നിങ്ങളെ കൂടെ ഈശ്വരൻ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഏത് കാര്യങ്ങൾ ചെയ്യാൻ നോക്കിയാലും അത് നിങ്ങൾക്ക് വിജയിക്കാതെ പോകുന്നതെന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ആദർശ് പറയുന്നുണ്ട്. സമയത്താണ് നമ്മൾ നവ്യയാണെങ്കിലും ജലജയാണെങ്കിലും അഭിയാണെങ്കിലും എല്ലാ കാര്യങ്ങളും ആദർശും അനന്തപുരിയിലുള്ള എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ അവർക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ആണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മുടെ മുത്തശ്ശനും ജലജയെടുത്ത് പറയുന്നുണ്ട്, നിന്നെ ഇനി തല്ലിയിട്ടോ വെച്ചിട്ടോ കാര്യങ്ങളൊന്നുമില്ല, നിന്നെ എടുത്ത് വളർത്തിയതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റായി പോയി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നിനക്കുള്ളത് ഞാൻ ഇവനിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ മുത്തശ്ശനാണെങ്കിൽ അബിയുടെ കർണക്കുട്ടിയിട്ട് 2-3 അടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും ഇനിയൊരു തീരുമാനമുണ്ട്, ഞാൻ എടുക്കാൻ വേണ്ടി തന്നെ പോവുക, ഇനിയൊരു തീരുമാനം എടുക്കുന്നത് അതൊരു അന്തിമ തീരുമാനം തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മുത്തശ്ശനാണെങ്കിൽ അവിടുന്ന് മാസ് എൻട്രി ആയിട്ട് നമ്മളെ മുത്തശ്ശനും പോകുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.